നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ FB-യിൽ ഒരു പോസ്റ്റ് ചെയ്ത് കർണാടകയുടെ തലസ്ഥാന നഗരമായ ബംഗളൂരിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി, ഫക്കീർ കോളനി എന്നറിയപ്പെടുന്ന ആ കോളനിയും വാസിം ലേഔട്ടും ഒക്കെ അവിടുത്തെ സർക്കാർ ബുൾഡോസർ വെച്ച് തകർത്തു എന്നും ഇത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പിലാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നയത്തിനോട് തുല്യമാണ് എന്നും ഇതിന് ഉത്തരവാദി കോൺഗ്രസ്സുകാരാണ് എന്നുമാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ഒരു പിണറായി വിജയന്റെ പോസ്റ്റിന് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് വിജയേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം 941 പഞ്ചായത്തുകളാണ് ഉള്ളത്. അതില് 564 പഞ്ചായത്തുകളും UDF തൂക്കി. അപ്പൊ എന്തുകൊണ്ട് UDF തൂക്കി എന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും. മാത്രമല്ല എന്തുകൊണ്ട് ഞങ്ങൾ ജയിച്ചില്ല എന്നും ഇവർ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്ത് ഒരാൾ പോലും ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിച്ചു തരില്ല. അപ്പോ പലരും പറഞ്ഞ പോലെ CPM-നെയും കമ്മികളെയും തോൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ അവര് തോറ്റു എന്ന് സമ്മതിക്കുക എന്നുള്ള കാര്യം, അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ള കാര്യം മരിച്ചാലും നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ വാക്കിൽ നിന്നൊക്കെ പ്രതിഫലിക്കുന്നത് ഇവർ ശക്തമായിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോ UDF-ന്റെ മിന്നും ജയത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് മുസ്ലിങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോ മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നത് മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ്. ഇതെല്ലാം പറയിപ്പിക്കുന്നത് ശ്രീ പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ചോറുണ്ണുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ആളുകൾക്കും അറിയാം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് തങ്ങൾക്ക് വോട്ട് കുറഞ്ഞത് എന്ന് വിജയേട്ടന് ചെറിയ ഒരു മനസ്സിലായിട്ടുണ്ട്. ഭാഗമായിട്ടായിരിക്കണം ഇവിടെയുള്ള ഈ പറയുന്ന SDPI പോലെയുള്ള പാർട്ടികൾ ബൈ ചാൻസിൽ അവരുടെ മനസ്സിലൊരു മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വോട്ടെങ്കിലും LDF-ന് പോന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ കർണാടകയിൽ മുസ്ലിങ്ങൾ ഉള്ള ഏരിയ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഗീയമായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തില് അതിദാരിദ്ര്യ മുക്തമാണ് എന്ന് പറഞ്ഞ ആളാണ് വിജയേട്ടൻ. നമ്മൾ ആലോചിക്കണം, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള പിങ്ക് കാർഡ്, അതിനും താഴെയുള്ള മഞ്ഞ കാർഡോ വെള്ള കാർഡോ അങ്ങനെ എന്തോ ആയിട്ടുള്ള കാർഡുകൾ, അതൊക്കെ ഇന്നും കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് കോടികൾ ചെലവാക്കി സിനിമാ താരങ്ങളെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ അതിദാരിദ്ര്യ മുക്തം എന്ന് വിജയേട്ടൻ പറഞ്ഞത്. അങ്ങനെ കിട്ടുന്ന ഈ പറഞ്ഞ പരസ്യം കൊടുക്കുകയാണ്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് LDF തോറ്റി തൊപ്പിയിട്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ ഇനിയുള്ള രക്ഷ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ശക്തമായി ഞങ്ങളുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ പണി ചെയ്യാൻ പറ്റും അതൊക്കെ വിജയേട്ടൻ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിന് മറുപടി കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിച്ചത്. അതിന് ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ല. അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ സേഫ് ആണ്, അവരെ മുസ്ലിങ്ങളായതുകൊണ്ടൊന്നുമല്ല അവിടെ അങ്ങനെ ചെയ്തത്. മാത്രവുമല്ല അവിടെ ആ കോളനിയിൽ ഈ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗക്കാരായിട്ടുള്ള ആളുകളും അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ വിജയേട്ടന്റെ കാറ്റുപോയ പോലെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ഒരു നഗരത്തില് ഈ വേസ്റ്റ് തള്ളുന്ന ഏരിയ ആണ്. അപ്പൊ ആ വേസ്റ്റ് തള്ളുന്ന ഏരിയയിൽ ഒരുപാട് പേര് താമസിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും. മാത്രവുമല്ല പിന്നെ അവിടെ ഉള്ളത് ഒരുപാട് അവിടേക്ക് ഈ പാവങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവിടെ സ്ഥലം കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒഴിപ്പിക്കാനുള്ള പ്രധാന കാരണം. മാത്രമല്ല ഈ ഒഴിപ്പിച്ചവർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ രേഖകൾ പരിശോധിച്ചിട്ട് അവർ അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇവർ വീട് വെച്ച് കൊടുക്കും, സർക്കാർ സ്ഥലം കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ കുടിയൊഴിപ്പിക്കുക എന്നുള്ള പരിപാടിയൊന്നുമല്ല. അവിടെ ആ നഗരത്തിലെ ഈ പറയുന്ന വളരെ മാലിന്യം നിറഞ്ഞ ഏരിയ അല്ലെങ്കിൽ വേസ്റ്റ് തള്ളുന്ന ഒരു ഏരിയ. സത്യത്തിൽ അവിടെ ജനിക്കാൻ പോകുന്ന കുട്ടികളെയും അവിടുത്തെ സ്ത്രീകളെയും അവിടുത്തെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുകയാണ് സത്യത്തിൽ ആ ഒരു സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ചിന്തകൾ മാറ്റിവിടാൻ വേണ്ടിയിട്ട് അത് ഇവിടുത്തെ ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമോ
അല്ലെങ്കിൽ ചെയ്യപ്പെടണം എന്ന രീതിയിൽ വർഗീയമായ ചിന്തയിൽ ശ്രീ പിണറായി വിജയൻ ജനങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കണം, അവർ പരിപൂർണമായി പരാജയപ്പെട്ടു. ഇനി കേരളത്തിലെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അന്യ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളെങ്കിലും അതിൽ ഈ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി അവരുടെ ന്യൂനപക്ഷത്തിന്റെ വോട്ടെങ്കിലും പിടിച്ചു വാങ്ങി എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ്, അതായത് നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100% അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മാത്രമല്ല, പ്രബുദ്ധ കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയല്ല ഇനി ആര് വന്നു പറഞ്ഞാലും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കഴിവ് ഭയങ്കരമാണ് മലയാളികൾക്ക് എന്നുള്ളത് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ തെളിഞ്ഞതാണ്. ഇനിയും അത് തെളിയും. ഇനി 4 മാസം കൂടിയേ ഉള്ളൂ വിജയേട്ടന്റെ ഇത്തരത്തിലുള്ള നോണകളുടെ ആയുസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.